ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ HSAയുടെ ക്ലാസ്സുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. HSA പാർട്ട് എ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ സബ്ജക്റ്റുകാർക്കും ഈ പാർട്ട് എ എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേരള റിനൈസൻസ് ആണ് ആരംഭിച്ചത്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പാർട്ട് എയിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരള റിനൈസൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, അതാണ് അത് ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള GK പാർട്ട് എയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കേരള റിനൈസൻസിലെ ചട്ടമ്പി സ്വാമികളെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള റിനൈസൻസിലെ ക്ലാസ് 1, അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അത് നിങ്ങൾ കണ്ടു പഠിച്ചു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികൾ നോക്കാം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ബർത്ത് പ്ലേസ് കണ്ണൻമൂലയാണ്, കൊല്ലൂർ കണ്ണൻമൂലയാണ് കേട്ടോ. നമുക്കറിയാം പാർട്ട് എ ഇംഗ്ലീഷിലാണ് HSAയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് മാക്സിമം ക്ലാസ്സുകളും തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് ചട്ടമ്പി സ്വാമികൾ കണ്ണൻമൂലയാണ്, കൊല്ലൂരാണ്. അദ്ദേഹം ജനിച്ച വർഷമാണ് കൊടുത്തിട്ടുള്ളത് 25 ഓഗസ്റ്റ് 1853 ആണ്, 1853. 1853 മുതൽ 1924 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം കേട്ടോ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരും മദറിൻ്റെ പേരും പഠിച്ചു വയ്ക്കണം. ഫാദറിൻ്റെ പേര് വാസുദേവൻ എന്നാണ്, അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള എന്നാണ് കേട്ടോ. ഇനി ഇദ്ദേഹത്തിൻ്റെ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ ചട്ടമ്പി സ്വാമികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റിനൈസൻസ് ലീഡേഴ്സിൻ്റെ പേര്, അവരുടെ ബാല്യകാല നാമം, അതുപോലെ അവരുടെ എന്താ പറയുക വീട്ടുപേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹൗസ് നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ ഉള്ളൂർക്കോട്ട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ ഹൗസ് നെയിം ഉള്ളൂർക്കോട്ട് വീട്. The place where ചട്ടമ്പി സ്വാമികൾ acquired self-realization, വടിവീശ്വരം. ഓക്കെ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് സെൽഫ് റിയലൈസേഷൻ, ബോധജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുണ്ടായത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിക്കുന്നത്. വടിവീശ്വരം എന്ന സ്ഥലത്താണ്. ദ പ്ലേസ് വേർ ചട്ടമ്പി സ്വാമികൾ അക്വേർഡ് സെൽഫ് റിയലൈസേഷൻ, വടിവീശ്വരം. ഇനി ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയിം അതവിടെ കാണുന്നില്ല, റിയൽ നെയിം എന്നാണ് കേട്ടോ. റിയൽ നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ എന്നാണ് കേട്ടോ, അയ്യപ്പൻ. റിയൽ നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ അയ്യപ്പൻ. ദ ചൈൽഡ്ഹുഡ് നെയിം ഓഫ് ചട്ടമ്പി സ്വാമികൾ കുഞ്ഞൻപിള്ള. ചൈൽഡ്ഹുഡ് നെയിം കുഞ്ഞൻപിള്ളയാണ്, ദ റിയൽ നെയിം അയ്യപ്പൻ എന്നാണ്. ശ്രീ ഭട്ടാകരൻ, ശ്രീ ബാലഭട്ടാകരൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വേറെ പേരുകൾ. അപ്പോൾ ഈ പറയുന്ന പേരുകൾ, അയ്യപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമാണ്, ചൈൽഡ്ഹുഡ് നെയിം കുഞ്ഞൻപിള്ളൈ, ദെൻ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഇനി ദ പേഴ്സൺ ഹു ഗേവ് ദ നെയ്യും ഷൺമുഖദാസൻ ടു ചട്ടമ്പി സ്വാമികൾ തൈക്കാടയ്യ. ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് ഷൺമുഖദാസൻ. ഈ ഷൺമുഖദാസൻ എന്ന് പറയുന്ന പേര് ഇദ്ദേഹത്തിന് കൊടുത്തത് തൈക്കാട് അയ്യാണ് കേട്ടോ, തൈക്കാട് അയ്യ. ദ പേഴ്സൺ ഹു ഗേവ് ദ നെയ്യും ഷൺമുഖദാസൻ ടു ചട്ടമ്പി സ്വാമികൾ തൈക്കാട് അയ്യ. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് സർവ്വവിദ്യാധിരാജ. ദ പേഴ്സൺ ഹു ഈസ് നോൺ ആസ് സർവ്വവിദ്യാധിരാജ, അത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് കുറേ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയൽ നെയിം അയ്യപ്പൻ എന്നാണ്, ചൈൽഡ്ഹുഡ് നെയിം കുഞ്ഞൻപിള്ള എന്നാണ്. അതുപോലെ ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന് പറയുന്ന ഒരു പേര് ഇദ്ദേഹത്തിനുണ്ട്, അത് കൊടുത്തത് തൈക്കാട് അയ്യാണ്. ഇനി സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ്. ഇനി ഇദ്ദേഹത്തിന് വേറെയും പേരുകളുണ്ട് കേട്ടോ, അതായത് കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. While learning at the പാഠശാല of പേട്ടയിൽ രാമൻപിള്ള ആശാൻ, he was deputed as the ചട്ടമ്പി of the class. So later he came to known as the ചട്ടമ്പി സ്വാമികൾ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികളുടെ പേര് വന്നാണ് കാണിക്കുന്നത്, അതായത് ഇദ്ദേഹം പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ അടുത്ത് പാഠശാലയിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ അന്ന് മോണിറ്ററായിട്ട്, അതായത് ലീഡറായിട്ട് നിയമിച്ചത്. അന്ന് അവിടെ ലീഡറിന് കൊടുക്കുന്നൊരു പദമായിരുന്നു ചട്ടമ്പി എന്ന് പറയുന്നത്. സോ ലേറ്റർ ഹി കെയിം ടു നോൺ ആസ് ചട്ടമ്പി സ്വാമികൾ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ആണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഫസ്റ്റ് ഗുരു ഓഫ് ചട്ടമ്പി സ്വാമികളാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അതേപോലെ ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു ഗുരുവാണ് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യ. അപ്പോൾ ഇതിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗുരു എന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരുവാണ് തൈക്കാട് അയ്യ സ്വാമികൾ. അതുപോലെ ഇദ്ദേഹത്തിന് വേദ, യോഗ, സംസ്കൃതം ഇതൊക്കെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നത് സുഭാജിത പടിക്കൽ കേട്ടോ. സുഭാജിത പടിക്കൽ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നത് വേദ, യോഗ, സാൻസ്ക്രിറ്റ് ഈ കാര്യങ്ങളിൽ. ഇനി ചട്ടമ്പി സ്വാമികൾ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിച്ചത് സ്വാമിനാഥ ദേശികറിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിക്കാനായിട്ട് ചട്ടമ്പി സ്വാമികൾ ഏത് ഗുരുവിൻ്റെ അടുത്താണ് പോയെന്ന് ചോദിച്ചാൽ അത് സ്വാമിനാഥ ദേശികർ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാരെ കുറിച്ച് പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരാരൊക്കെയാണെന്ന് കേട്ടോ. ഡിസൈപ്പിൾസ് എന്ന് വെച്ചാൽ ശിഷ്യന്മാരാണ്. അപ്പോൾ ഗൃഹസ്ഥ ഡിസൈപ്പിൾസ് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ 2 തരത്തിലാണ് ശിഷ്യന്മാരുണ്ടായിരുന്നത്. ഒന്ന് ഗൃഹസ്ഥ ഡിസൈപ്പിൾസും പിന്നെ സന്യാസ ഡിസൈപ്പിൾസും. അതായത് ഗൃഹസ്ഥ ശിഷ്യന്മാർ, സാധാരണ ശിഷ്യന്മാർ, അതുപോലെ സന്യാസികളായ ശിഷ്യന്മാരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഗൃഹസ്ഥ ഡിസൈപ്പിൾസ് ഓഫ് ചട്ടമ്പി സ്വാമികളാണ് ബോധീശ്വരൻ, പെരുന്നേലി കൃഷ്ണൻ വൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, അതുപോലെ കുമ്പലാത്ത് ശങ്കുപിള്ളൈ. നമ്മൾ പേരുകൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണെന്ന് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഓർഡറിൽ പഠിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സന്യാസ ഡിസൈപ്പിൾസാണ്, സന്യാസ ശിഷ്യന്മാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നീലകാന്ത തീർത്ഥപദർ, അതുപോലെ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. ഇവർ 2 പേരും സന്യാസ ഡിസൈപ്പിൾസാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസൈപ്പിളായിരുന്നു ബോധേശ്വരൻ. നമ്മൾ ഇതിൽ ഗൃഹസ്ഥ ഡിസൈപ്പിൾസിൽ ഫസ്റ്റ് പറഞ്ഞത് ബോധേശ്വരൻ്റെ പേരാണ് അല്ലേ. ബോധേശ്വരൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ശിഷ്യനാണ്. ബോധേശ്വരൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ജയ ജയ കോമള കേരളധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇത് രചിച്ചത് ബോധേശ്വരനാണ് കേട്ടോ, ബോധേശ്വരൻ. അപ്പോൾ ഈ ബോധേശ്വരനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തനായ ശിഷ്യൻ. ഇനി ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നവമഞ്ചരി കേട്ടോ. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ നവമഞ്ചരി നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവമഞ്ചരി. അപ്പോൾ നവമഞ്ചരി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു രചനയാണ്, കൃതിയാണ്. അത് എന്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു? ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് എഴുതിയിട്ടുള്ളൊരു കൃതിയായിരുന്നു. ഇനി ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂഡ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ് ഓൺ ചട്ടമ്പി സ്വാമികൾ ഓൺ 30th April 2014. 2014 ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇദ്ദേഹത്തിന് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇറക്കിയ വർഷമാണ് 2014 കേട്ടോ, April 30. ഇനി ചട്ടമ്പി സ്വാമികളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കുറച്ച് കോഡ്സാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഐ ഹാവ് മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ. ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത് വിവേകാനന്ദനാണ് കേട്ടോ. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇതാണ്, ഐ ഹാവ് മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ. അതായത് ഞാൻ മലബാറിലൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ വിവേകാനന്ദൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചട്ടമ്പി സ്വാമികളുടെ ഒരു കൃതിയാണ് വേദാധികാര നിരൂപണം കേട്ടോ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ വേറെ സമയത്ത് പറയുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതിലൊരു കൃതിയാണ് വേദാധികാര നിരൂപണം. ഈ വേദാധികാര നിരൂപണം വായിച്ചിട്ട് അതിനെക്കുറിച്ച് ചട്ടമ്പി സ്വാമിയുടെ ഈ കൃതിയെക്കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം. അപ്പോൾ ഈ വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പി സ്വാമികളുടെ എഴുത്തിൻ്റെ ശൈലിയൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആരാ പറഞ്ഞത്? വിവേകാനന്ദനാണ് പറഞ്ഞത്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം. ഇനി ചട്ടമ്പി സ്വാമികളെ കുറിച്ച്, ചട്ടമ്പി സ്വാമികളെ ആധാരമാക്കിയിട്ട് മറ്റുള്ളവർ എഴുതിയ കുറച്ച് കൃതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേത് സമാധി സപ്താഹമാണ്. അത് എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സമാധി സപ്താഹം പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയത് ചട്ടമ്പി സ്വാമികളുടെ എന്താ പറയുക മരണത്തിൽ അനുശോചിച്ച് എഴുതിയ ഒരു കൃതിയാണ് സമാധി സപ്താഹം.
എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പൻ. ഇനി ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പിസ്വാമികളുടെ ഒരു ജീവചരിത്രം ബയോഗ്രഫി ഓഫ് ചട്ടമ്പിസ്വാമികൾ എഴുതിയത് മഹേശ്വരൻ നായരാണ്. K. മഹേശ്വരൻ നായരാണ് ചട്ടമ്പിസ്വാമികളുടെ ജീവിതകഥ എഴുതിയത്. ഓട്ടോബയോഗ്രഫി കേട്ടോ, ഓട്ടോബയോഗ്രഫി അല്ല ബയോഗ്രഫി, ജീവിതകഥയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് കേട്ടോ. അത് എഴുതിയത് K. മഹേശ്വരൻ നായരാണ്. ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്നാണ് അതിൻ്റെ പേര്. എഴുതിയത് K. മഹേശ്വരൻ നായർ. അടുത്തത് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്നുള്ള കൃതി എഴുതിയത് ടോണി മാത്യു ആണ്. ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എന്നെഴുതിയത് ടോണി മാത്യു ആണ്. ഇനി ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്ത വർഷവും സ്വാമി വിവേകാനന്ദനെ മീറ്റ് ചെയ്ത വർഷമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്തത് 1882 അതുപോലെ ചട്ടമ്പിസ്വാമികൾ സ്വാമി വിവേകാനന്ദനെ മീറ്റ് ചെയ്തത് 1892 കേട്ടോ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബാലഭട്ടാരക ടെമ്പിളിനെ കുറിച്ചിട്ടാണ്. ഈ ബാലഭട്ടാരക ടെമ്പിൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ബാലഭട്ടാരക ടെമ്പിൾ. ഓക്കെ, ബാലഭട്ടാരക ടെമ്പിൾ. ഇനി നമ്മൾ ഈ ചട്ടമ്പിസ്വാമികളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 25 അന്ന് കേരള ഗവൺമെൻറ് ജീവകാരുണ്യ ദിനമായിട്ടാണ് കേട്ടോ അത് ആചരിക്കുന്നത്. ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 അത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനത്തിന് അന്ന് ആചരിക്കുന്നത്. ആ ഡേ ആയിട്ടാണ്, ജീവകാരുണ്യ ദിനമായിട്ടാണ് കേട്ടോ. ഇനി ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികൾ: മോക്ഷപ്രദീപഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമാത നിരൂപണം, വേദാധികാര നിരൂപണം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, മൂർച്ച, അതായത് തീ പോലുള്ള വാക്കുകളാണ് കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന്. അതാണ് വേദാധികാര നിരൂപണം. അടുത്തത് വേദാന്തസാരം, ക്രിസ്തുമാത ഛേദനം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, അതുപോലെ ആദിഭാഷ, നിജാനന്ദ വിലാസം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കൃതികൾ കൊടുത്തിട്ട് ഇത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കണം. നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കൃതികൾ പഠിച്ചിരുന്നു. അതിനോടൊക്കെ ചെറിയ സാമ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ കുറേ പഠിച്ചു. ഇപ്പം നമ്മൾ ചട്ടമ്പിസ്വാമികളുടെ ഇത്രയും കൃതികൾ പഠിക്കുന്നുണ്ട്. ഓർക്കണം കേട്ടോ. ഒന്നുകൂടി വായിക്കാം: മോക്ഷപ്രദീപഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമാത നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, ക്രിസ്തുമാത ഛേദനം, പ്രാചീന മലയാളം, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, നിജാനന്ദ വിലാസം. ഇനി ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണെന്ന് അറിയേണ്ടത് പന്മന വില്ലേജിലാണ് കേട്ടോ. പന്മന വില്ലേജ്. ഹി അറ്റൈൻഡ് മഹാസമാധി അറ്റ് പന്മന വില്ലേജ്. ചട്ടമ്പിസ്വാമികൾ സമാധി ആയ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 5 മെയ് 1924 ആണ്. 1924 5 മെയ് ആണ്. ചട്ടമ്പിസ്വാമി മെമ്മോറിയൽ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പന്മന, കൊല്ലം. അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ പന്മന കൊല്ലത്തുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമാധിയായ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, പന്മന വില്ലേജ്. 1924 5 മെയ്യിലാണ് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ചട്ടമ്പിസ്വാമി മെമ്മോറിയൽ സിറ്റുവേറ്റഡ് അറ്റ് പന്മന, കൊല്ലം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചട്ടമ്പിസ്വാമികളെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ. അപ്പോൾ ഇതിൽ കൂടുതലും പോയിൻറ്റുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ GK പാർട്ട്, അതായത് പാർട്ട് എയിൽ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും, പഠിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് HSC പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങളിത് അയച്ചു കൊടുക്കുക. എല്ലാ സബ്ജക്റ്റുകാർക്കും യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതിനു മുൻപ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഏതൊക്കെയാണ് പാർട്ട് എയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, GK പാർട്ടിൽ പഠിക്കേണ്ടത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.